നമസ്കാരം, ശാലിനിയാണ്. മലയാള സിനിമയിലെ ഈ ബിടെക്കുകാരെ തട്ടാതെ മുട്ടാതെ നടക്കാൻ പറ്റില്ല എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. പക്ഷെ ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ബിടെക്കുകാരനാണെങ്കിലും ആള് ചില്ലറക്കാരനൊന്നും അല്ല അല്ലെ? ചില്ലറക്കാരൻ ഒക്കെ തന്നെയാണ്, അത്ര വലിയ ഭീകരനൊന്നുമല്ല. ശരി, ഭീകരനാണോ അല്ലയോ എന്നുള്ളത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ആള് ബിടെക്കില് ഭീകരനാണ്. റാങ്ക് ഹോൾഡർ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിദേശത്താണ് പഠിച്ചത്. ഐ വാസ് ഇൻ ദ ടോപ്പ് 10%. റാങ്ക് ഹോൾഡർ എന്ന് നമുക്ക് വളരെ ലോക്കലായിട്ട് പറയാം അല്ലെ? എന്തിനാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? എയറോനോട്ടിക്സ് എന്താ പഠിച്ചത്? ഞാൻ എയറോസ്പേസ് ആണ് എന്റെ ബാച്ചിലേഴ്സ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. അപ്പൊ അങ്ങ് അമേരിക്കയിൽ പോയിട്ട് എയറോസ്പേസിൽ റാങ്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. ഇവിടെ വന്ന് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് വേണ്ടേ നാട്ടുകാരോട് പറയാൻ വേണ്ടിട്ട്? ശരി, ആയിക്കോട്ടെ. ഇതിന്റെ ഇടയ്ക്ക് എത്ര പേരുടെ പേര് പറഞ്ഞിട്ടില്ല അല്ലെ? വിഷ്ണു വിനയ്, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. വിഷ്ണുവിനെ കുറച്ചുകൂടി നന്നായിട്ട് പരിചയപ്പെടുത്തുന്നെങ്കിൽ 2 സിനിമയിലെ നായകനാണ്, കൂടാണ്ട് സംവിധായകൻ വിനയന്റെ മകനാണ് എന്നുള്ളൊരു ടാഗും കൂടി ഉണ്ടല്ലേ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ? ആ ടാഗോട് കൂടി തന്നെയാണോ മലയാള സിനിമയിൽ ആദ്യമായിട്ട് വന്നത് ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന് പറയുന്നത്? ആ ടാഗോട് കൂടി തന്നെയാണ് വന്നത്. ആ ടാഗ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ സിനിമയ്ക്ക് ചാൻസ് കിട്ടിയത്. ഇപ്പൊ രണ്ടാമത്തെ സിനിമയായിട്ട് വന്നിരിക്കുന്നത് ഗാംബിനോസിലെ മുസ്തഫ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, എന്ത് ഗാംബിനോസ് എന്ന് വെച്ചാൽ? ഈ ഗാംബിനോസ് എന്ന് വെച്ചാൽ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ പേര് ഇടാൻ കാരണം. അപ്പൊ ഗാംബിനോസ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന ഒരു ക്രൈം ഫാമിലിയുടെ പേരാണ്. ലോകത്തെ ആദ്യത്തെ ഓർഗനൈസ്ഡ് ക്രൈം ഫാമിലിയാണ്, അറ്റ്ലീസ്റ്റ് എഴുതപ്പെട്ടിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈം ഫാമിലി. വാട്ട് ഡസ് ദാറ്റ് മീൻ? ക്രൈം ഫാമിലി എന്ന് പറഞ്ഞാൽ അതായത് ക്രൈം ചെയ്യുന്ന ഫാമിലി. അവരുടെ രാവിലെ എണീറ്റ് കിടക്കുന്നവരെ പിന്നെ ക്രൈം ചെയ്തുകൊണ്ടിരിക്കും. വെട്ട്, കുത്ത്, തലിപ്പൊളി. അതെ, സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ മറവിലായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രൈം ഒക്കെ ചെയ്യുക. നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവര് ഒരു ക്രൈം ഫാമിലിയാണ്. ആക്ച്വലി കുലത്തൊഴിലാണ്. അതെ, കുലത്തൊഴിലാണ്. ഇതിനു മുമ്പ് അങ്ങനത്തെ ഫാമിലീസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇവരാണ് ആദ്യം റെക്കോർഡഡ്. അപ്പൊ ഇതിനകത്ത് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ഫാമിലി നമ്മുടെ കേരളത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഡയറക്ടർ ഗിരീഷേന്റെ കണ്ടുപിടുത്തം അങ്ങനെ ഒരു ഫാമിലി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പൊ അവരെ പ്രസ് ഈ ഗാംബിനോസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തന്നെ സ്വയം അവരെ ഗാംബിനോസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി അങ്ങനെയല്ല, കുറച്ച് ഡ്രാമ അതിനു വേണ്ടി ചേർത്തിട്ടുണ്ട്. പക്ഷെ കുറച്ചൊക്കെ പുള്ളിയുടെ റിസർച്ചിലും കാര്യങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എവിടെയുള്ള ഫാമിലി എന്നൊക്കെ പറയോ? ആ സിനിമയ്ക്കകത്ത് ഇത് കാണിക്കുന്ന മലബാറിലുള്ള ഫാമിലിയാണ്. സിനിമയല്ലേ ശരിക്കുള്ള ഫാമിലി എവിടെയുള്ള? അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഗിരീഷനോട് ചോദിക്കണം. ചില ചോദ്യങ്ങളൊന്നും അങ്ങോട്ട് ചോദിക്കുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ആണല്ലേ? ഞാൻ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നു എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അല്ലല്ല, എന്റെ അടുത്ത് ചോദിക്കാം, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് എനിക്ക് ഗിരീഷന്റെ അടുത്ത് ചോദിക്കണം. അതെവിടെയുള്ള? ശരി. അപ്പൊ ഈ ഗാംബിനോസ് ഫാമിലിയിലെ മുസ്തഫ ആരാ? ഗാംബിനോസ് ആക്ച്വലി ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഫാമിലിയുടെ ഹെഡ് ആയിട്ട് വരുന്നത് രാധിക ശരത് കുമാർ ചെയ്യുന്ന ക്യാരക്ടറാണ്. അവരെ മമ്മ എന്നാണ് വിളിക്കുക. അവരുടെ ഹസ്ബൻഡ് മരിച്ചു. അപ്പൊ രാധികയുടെ ഗ്രാൻഡ് സൺ ആണ് ഞാൻ. രാധികയ്ക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ. അപ്പൊ അവരുടെ മകനാണ്. പക്ഷെ അവരൊരു മുസ്ലിമിനെ കല്യാണം കഴിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. തിരിച്ച് എന്നെ ഫാമിലി തിരിച്ച് വിളിക്കുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. മുസ്തഫ സത്യം പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു ഗാങ്സ്റ്റർ അല്ല, അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല, ഒരു സാധാരണക്കാരനാണ്. അതിന് ഒരു സാധാരണ മുഖമുള്ള ഒരു സാധാരണ ആളെ വേണം എന്ന് തീരുമാനിച്ച സംവിധായകൻ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അതെ, കാരണം ആ പോസ്റ്ററൊക്കെ കണ്ടാൽ മനസ്സിലാവും. ബാക്കി എല്ലാവരും മറ്റേ വലിയ സമ്പത്ത് രാജും ശ്രീജിത്ത് രവിയും ശ്രീജിത്തേറിന് ഒരു ചെറിയൊരു ഗാങ്സ്റ്റർ ലുക്ക് ഒക്കെ ഉണ്ട്. അതെ, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ ഞാൻ മാത്രമാണ് അതിനകത്ത് കണ്ടാൽ ഒരു ഗാങ്സ്റ്റർ അല്ലാന്ന് തോന്നുന്ന ഒരാൾ. ഈ സിനിമയുടെ ടാഗ് ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി. സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും മുഖം കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ചോക്ലേറ്റ് മുഖമായിട്ടൊരു നായകൻ. ചോക്ലേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സാധാരണക്കാരൻ, ഒരു സാധു. അതെ 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 അതെ. ആ സാധുവിന്റെ പേര് കൂടി പറഞ്ഞേക്കാട്ടോ, വിഷ്ണു വിനയ്. നമുക്ക് നല്ലൊരു പാട്ടോടുകൂടി പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ? അതെ, ഐശ്വര്യമായിട്ട് തുടങ്ങാം. മലയാള സിനിമയിലെ വളർന്നു വരുന്ന നായകനാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ്. ഞാൻ ശാലിനി, എന്റെ കൂടെ വിഷ്ണു വിനയ്. കുറച്ചു മുന്നേ ഇഷ്ടമുള്ള പാട്ട് പറയാൻ പറഞ്ഞപ്പോ ഞാനത് പാടിക്കണമെന്ന് കരുതാ കേട്ടോ. അതെന്തിനാ പാടിക്കുന്നത്? നല്ല പാട്ടുകാരനല്ലേ? ഇല്ല, അത് തെറ്റാണ്. ഞാൻ അത് എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വേറെ ആരോ ചോദിച്ചു. അത് വിക്കിപീഡിയയിൽ വന്നൊരു തെറ്റാണ്. ഞാൻ വിക്കിപീഡിയ അല്ല എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ആരാ പറഞ്ഞത്? എന്റെ അടുത്ത് വിഷ്ണുവിന്റെ അച്ഛനാ പറഞ്ഞത്. സംവിധായകൻ വിനയനാണ് പറഞ്ഞത്. ആള് നല്ല പാരയൊന്നും വെക്കാറില്ല. സത്യം പറ, എന്റെ അടുത്ത് പറഞ്ഞു വിഷ്ണു ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം ഞാൻ പഠിച്ചിട്ടുണ്ട്. കവിത ചൊല്ലുമായിരുന്നു. ഞാൻ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മൃദംഗം വായിക്കും. കോമ്പറ്റീഷനും കവിത പാരായണത്തിനും ഒക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. ഇടയ്ക്ക വായിക്കും. ഇടയ്ക്ക ചെണ്ടയൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിലങ്ങനെ കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പൊ മൃദംഗം ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പെർഫോം ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഇപ്പൊ ഇല്ല. പക്ഷേ ഇപ്പൊ പാട്ടിന്റെ കാര്യം ആര് ചോദിച്ചാലും ഉടനെ തന്നെ വിക്കിപീഡിയനെ കുറ്റം പറയും അല്ലേ? ഇങ്ങനെ ഞാൻ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇങ്ങനെ നെറ്റിൽ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടു ഞാൻ പാട്ട് പാടുന്നത്. അത് ഞാൻ പാട്ട് പാടാറില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ഒരു പാര പണിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല നുണയൊക്കെ സെറ്റാക്കി വന്നതാ. പിന്നെന്തൊക്കെയാ അറിയുന്നത്? കലാപരമായിട്ട് എന്തൊക്കെ കഴിവുകൾ? ഭയങ്കര കലാപ്രതിഭയൊക്കെ കൈൻഡ് ഓഫ് ആളാണെന്നൊക്കെ ഇങ്ങനെ
അങ്ങനെ കേട്ടു. അയ്യോ അങ്ങനെയൊന്നുമില്ല. ഞാൻ സ്കൂളിൽ ഈ പറയുന്ന കണക്ക് നമ്മളെല്ലാവരും ഓരോരോ പരിപാടിക്ക് പങ്കെടുക്കുന്ന കണക്ക് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ എറണാകുളത്തല്ലേ പഠിച്ചത്? എറണാകുളത്താണ് പഠിച്ചത്. ഞാൻ രാജഗിരിയിലാണ് 10th വരെ, അതിന് ചിന്മയിലാണ് പഠിച്ചത്, ഇവിടെ പഠിത്തല. അവിടുന്ന് പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ US പാക്ക് ചെയ്തോ? 12th കഴിഞ്ഞിട്ട് ഞാൻ US പോയി. പാക്ക് ചെയ്തെന്നാണോ അതോ പോയതാണോ? അല്ല, എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. അച്ഛൻ അമ്മയും സമ്മതിച്ചു, അങ്ങനെ പോയതാണ്. എന്റെ താല്പര്യമായിരുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ജോലി ചെയ്തിരുന്നോ? ഇല്ല, ജോലി ചെയ്തിട്ടില്ല. പഠിത്തം കഴിഞ്ഞ് നേരെ നാട്ടിലോട്ട് വരുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തേ ക്യാമ്പസ് പ്ലേസ്മെന്റോ അങ്ങനെയൊന്നും പോവാതെ സിനിമയിലേക്ക് വന്നത്? ഞാൻ ബാച്ചിലേഴ്സ് കഴിയുന്നതിന് മുമ്പേ ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ അവിടെ ചെന്നിട്ടാണ് കൂടുതൽ സിനിമകളൊക്കെ കാണുന്നത്. എനിക്ക് 12th കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത് വരെ അങ്ങനെ സിനിമയിൽ എന്തെങ്കിലും ആണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ചില ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ പങ്കുചേരുമായിരുന്നു. ലൈക്ക് ഫിലിം ക്ലബ്സ്, പിന്നെ അവിടെ ഒരു ഇൻഹൗസ് ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യം തോന്നി. പക്ഷെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചു. പക്ഷെ അപ്പം ഇങ്ങോട്ട് വരണ്ട, കാരണം അച്ഛൻ ആ സമയത്ത് ഇവിടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ ബാൻ ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ പ്രസ് ചെയ്തില്ല. പിന്നെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിന് പോകുന്നത്. എനിക്ക് പൂർണ്ണ മനസ്സോടെയല്ല ഞാനത് ചെയ്യാൻ പോകുന്നത്. പിന്നെ മാസ്റ്റേഴ്സും കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഇപ്പം ഇഷ്ടക്കാരുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ അംഗീകരിക്കും, അവർ സമ്മതിക്കും. അങ്ങനെയാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. ജോലിക്കൊന്നും ഞാൻ അപ്ലൈ ജോലി ചെയ്ത് അവിടെ നിന്നാൽ ചിലപ്പോൾ പിന്നെ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ സ്റ്റക്കായി പോകുന്നു തോന്നി. പിന്നെ തിരിച്ചു വരവ് നടക്കില്ല. അതെ, അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അന്ന് അവിടുന്ന് വരുന്ന സമയത്ത് അഭിനയം ആയിരുന്നില്ലല്ലോ ഉദ്ദേശം, സംവിധാനമൊക്കെ ആയിരുന്നില്ലേ? അതെ, സംവിധാനമായിരുന്നു ഉദ്ദേശം. എഴുതി സംവിധാനം ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു എന്റെ പ്ലാൻ. അത് ഇപ്പോഴും ഉണ്ട് ആ പ്ലാൻ. അപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കഥ എഴുത്തും ചില നടന്മാരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഫിലിം ഓണാക്കാൻ ശ്രമിച്ചു, ഡയറക്ട് ചെയ്യാനും പിന്നെ ഒരു ഫ്രണ്ടിന് വേണ്ടി എഴുതാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. ഏതാണ്ട് ഒരു 1.5 കൊല്ലം അങ്ങനെ നടന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ പറയായിരുന്നു, നീ വിചാരിക്കുന്ന എനിക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ എളുപ്പമാണെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇത് ഭയങ്കര ഒരു പ്രയാസപ്പെട്ടുള്ള ഒരു സമയമായിരുന്നു. ഇത്രയും പ്രയാസം വിചാരിച്ചില്ല. അല്ല, പ്രയാസമാണെന്ന് അറിയായിരുന്നു. പക്ഷെ നമുക്ക് എന്താ പറയാ, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴാണ് ഇങ്ങോട്ടൊരാൾ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നത്, ആ പ്രൊഡ്യൂസർ അച്ഛനോട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം വിനയൻ സാറിന്റെ മകനാണ്, തനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ, നല്ലൊരു കഥയുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് കറങ്ങി നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മളെ തേടി ഒരു ചാൻസ് വരാൻ നേരത്തെ തള്ളിക്കളയണ്ട. ഇപ്പോൾ കഥ പറയാൻ പോകുമ്പോൾ പോലും ഞാൻ ഇന്നയാളുടെ മകനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണെന്ന് പോലും പറയാറില്ല. പക്ഷേ അപ്പോൾ നമുക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടും. അതൊക്കെ ഞാൻ അങ്ങനെ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പ്രൊജക്ട് ഓണാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേരണം, നടന്നില്ല. അപ്പൊ ഇങ്ങോട്ടൊരു അവസരം വന്നപ്പോൾ എനിക്ക് അഭിനയിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഞാനത് വേണ്ടാന്ന് വെച്ചില്ല. കാരണം അതൊരു തുടക്കമാവും, എങ്ങനെയെങ്കിലും ഒന്ന് കാല് കുത്താം എന്നുള്ളൊരു തീരുമാനത്തിലാണ് അഭിനയിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അഭിനയിച്ച സിനിമയാണ് ഹിസ്റ്ററി ഓഫ് ജോയ്. ആ സിനിമയിലെ പാട്ടിനെ കേട്ടാലോ? ആ സിനിമയിലെ പാട്ട് കേൾക്കാം. ഹായ്, ഇന്ന് സ്റ്റാർ ജാമിൽ ശാലിനിയുടെ ഗസ്റ്റായിട്ട് ഞാനാണ് വിഷ്ണു വിനയ്. വിനയൻ എന്ന വലിയ സംവിധായകന്റെ മകനാണ്. അപ്പൊ ആ ഒരു ലേബിളിൽ വെച്ച് വരുമ്പോൾ മലയാള സിനിമയിൽ എൻട്രി കിട്ടാനായിട്ട് സ്ട്രഗിൾ ആയിരുന്നോ അതോ ഒരു കേക്ക് വാക്ക് ആയിരുന്നോ വിഷ്ണുവിന്? അച്ഛൻ സിനിമയിൽ നിന്നുള്ള ആളാണെങ്കിലും ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളാണെങ്കിലും എന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ വേണ്ടാന്ന് പറയാൻ കാര്യം എന്താ ചോദിച്ചിരുന്നില്ലേ? ഞാൻ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത്. അപ്പൊ ഞാൻ കൂടുതൽ അങ്ങോട്ട് ചോദിച്ചു വിഷമിപ്പിച്ചില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് അച്ഛനെ സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്കിത് ചെയ്യണം. അങ്ങനെയാണ് വരുന്നത്. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ പിന്നെ എല്ലാ ദിവസവും അച്ഛൻ എനിക്ക് കാര്യം ചെയ്യാനുണ്ട്, അച്ഛന്റെ ഹെൽപ്പ് വേണം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം നീ എന്തിനാ ഇവിടെ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്തുന്നത്, നിനക്ക് അവിടെ പോയി പറയാം. അച്ഛൻ ദേഷ്യപ്പെടില്ല, പക്ഷെ അച്ഛൻ ഭയങ്കര കുറുക്ക് കൊള്ളുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പിന്നെ നമുക്കൊരു 2 ദിവസത്തേക്ക് അച്ഛൻ്റെ അടുത്ത് പോകാൻ. അതുകൊണ്ട് ഞാൻ അച്ഛനെ ശല്യപ്പെടുത്തിയില്ല. ഞാൻ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഞങ്ങളായിട്ട് സിനിമയൊക്കെ ഇങ്ങനെ തുടങ്ങാം. അപ്പൊ ഞാൻ ഇവിടുത്തെ സാധാരണക്കാരനെ കണക്ക് സ്ട്രഗിൾ ചെയ്ത് ഒരു കഥ പറയാനും ആൾക്കാരെയൊക്കെ കൺവിൻസ് ചെയ്യാനും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ചില പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ചെന്ന് കാണും. 1-2 മീറ്റിംഗ് കഴിയുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്നയാളാണ്. അപ്പം അവരെന്നെ വഴക്ക് പറയും. അത് ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അത്തരം ധാരണകൾ തെറ്റാണ്. ഞാൻ ഐ ഷുഡ് ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് ആസ് വിനയൻ സൺ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് പറയണേ? എളുപ്പം ആണ്. പിന്നെ അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ മറച്ചു വെക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛനെ ആയിരിക്കും പിന്നെ എല്ലാവരും വിളിക്കുന്നത്. പിന്നെ അച്ഛന്റെ വഴി കൂടെ അച്ഛനെ ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്നത്. ഒരു ഇത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഡയറക്റ്റ് ചെയ്യാനല്ല പോയത്. എന്റെ ഫ്രണ്ടിന് വേണ്ടി എഴുതി ആ പ്രൊജക്ട് ഓണാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷെ അപ്പോഴും എന്റെ അടുത്ത് 1-2 പേരൊക്കെ ചോദിച്ചിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ചോദിച്ചിരുന്നു അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാനും ചെന്ന് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പോയ മീറ്റിംഗ്സിന്റെ കാര്യമൊക്കെ ഇങ്ങനെ 1-2 പറയും. അപ്പൊ എന്റെ അടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ 1-2 പേര് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് നല്ല കാര്യമാണ്. അച്ഛൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവനോട് പറഞ്ഞു നീ സംവിധാനം ചെയ്യേണ്ട, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാ. അഭിനയിച്ചു കഴിഞ്ഞാൽ ഒന്നിലെങ്കിലും സിനിമ കിട്ടിയില്ലെങ്കിലും ഒരു മുറുക്കാക്കടയെങ്കിലും ഉദ്ഘാടനം സ്ഥിരം പറയുന്ന കാര്യമാണ്. മുറുക്കാക്കടയായിരുന്നു അവിടുത്തെ USP. അതെ അതെ അതെ, അച്ഛൻ മുറുക്കാൻകടയും തട്ടുകടയൊക്കെയാണ് താല്പര്യം. അച്ഛൻ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആക്ടർ ആവുകയാണെങ്കിൽ 1-2 ഫിലിമൊക്കെ ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ
ഇങ്ങനെ കൊണ്ടുപോവാം, നമുക്ക് ലൂക്രേറ്റീവ് ആണ്. മറ്റേത് അങ്ങനെയല്ല, ഒരു പ്രൊജക്ട് ഒക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, പണിയെടുക്കുന്നതിന്റെ അല്ല, ഒരുപാട് കൊല്ലത്തെ സ്ട്രഗിൾ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. മറ്റേത് അങ്ങനെയല്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെറിയ വർക്കാണെങ്കിലും ചെയ്തു പോകാം ഒരു ആക്ടർക്ക്. ഞാൻ ഈ ഹിസ്റ്ററി ഓഫ് ജോയുടെ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അത് അച്ഛൻ അറിഞ്ഞോണ്ടല്ല വന്നത്, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറ്. അപ്പൊ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇതുവരെ സിനിമ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നീ പോയി അഭിനയിക്കുക. അപ്പൊ ഞാൻ അഭിനയിച്ച് കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോന്നും അറിയില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞു അത് അച്ഛൻ പലരെയും അഭിനയിപ്പിക്കുന്നത് അഭിനയം പാരമ്പര്യമുള്ള ആളുകളൊന്നും അല്ല. അച്ഛൻ ഒരു അഭിനയവും ചിലപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ട് അച്ഛൻ കാസ്റ്റ് ചെയ്യാറ്. അപ്പൊ അച്ഛൻ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കും, നമുക്കൊരു ചെറിയൊരു സെൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അച്ഛൻ ആ സമയത്ത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആരായിരുന്നു ഏറ്റവും സപ്പോർട്ട് വീട്ടില്? അമ്മയ്ക്കും അനിയത്തിക്കും കുറച്ച് പേടിയുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അഭിനയിക്കാൻ പോകുന്നതിന്റെ പ്രശ്നമല്ല, ഞാൻ അഭിനയിച്ച് കണ്ടിട്ടില്ലല്ലോ. മാത്രമല്ല ഞാൻ പൊതുവേ കുറച്ച് സ്റ്റിഫായിട്ടുള്ള ബലം പിടുത്തമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അനിയത്തി പറയായിരുന്നു വേണോ, തിരിച്ചു പോകേണ്ടി വരും, അത് ഭയങ്കര പ്രശ്നമാണ്, സിനിമയിലൊക്കെ അഭിനയിച്ച് മോശ പേരാണെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അവൻ പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അനിയത്തി പറയുമായിരുന്നു. എന്റെ ഫ്രണ്ട്സും ചിലരൊക്കെ അങ്ങനെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അച്ഛൻ ഡിസ്കറേജ് ചെയ്തില്ല. അച്ഛൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ മൊത്തം പോസിറ്റീവ് അല്ല പറഞ്ഞു, പക്ഷെ നിനക്ക് ഇത് തുടരാനുള്ള ഒരു അത്രയും കഴിവൊക്കെ ഉണ്ട്. തുടക്കം മോശമായില്ല. അതെ, അങ്ങനെ പറഞ്ഞു. എന്താ പറയാ, ജീവിച്ചു പോയിക്കോളൂ. അതെ അതെ. ഇവിടെ സ്റ്റാർ ജാം ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക കേട്ടോ. പക്ഷെ നമ്മളിപ്പോ പോകുന്ന അടുത്ത പാട്ടിലേക്കാണ്. സംവിധായകനായ അച്ഛന്റെ നടനായ മകൻ. ക്ലബ് FM സ്റ്റാർ ജാമിൽ ഇന്നത്തെ എന്റെ ഗസ്റ്റ് സംവിധായകൻ വിനയന്റെ മകൻ വിഷ്ണു വിനയ്. ഹലോ. ഇവിടെ ഇന്ന് സ്റ്റാർ ജാമിൽ വിഷ്ണു എന്റെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ മാത്രമല്ല കേട്ടോ ചോദ്യം ചോദിക്കണം, ഇവിടെ ഒരാൾക്കും കൂടി വിഷ്ണുവിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനാദ്യം വോയിസ് ഐഡന്റിഫൈ ചെയ്യണം. റെഡിയാണോ? റെഡിയാണോ? കേട്ടോളൂ. എന്റെ എറണാകുളത്തെ ആദ്യ സിനിമാ സുഹൃത്തുക്കളിൽ ഒരാളാണ് നിങ്ങൾ. എന്റെ കൂടെ രാത്രി 2-3 മണി സമയങ്ങളിൽ എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? വിഷ്ണു. വിഷ്ണു? ഏത് വിഷ്ണു? വിഷ്ണു ഗോവിന്ദൻ. വിഷ്ണു ഗോവിന്ദൻ, ഹിസ്റ്ററി ഓഫ് ജോയുടെ സംവിധായകൻ. അതെ അതെ. നിങ്ങൾ ഭയങ്കര കട്ട ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കഥ പറയാൻ നടക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ 3-4 പേര് ചേർന്നിട്ടാണ് കഥകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് തൊട്ടുള്ള ഫ്രണ്ടാണ് വിഷ്ണു ഗോവിന്ദൻ. അങ്ങനെ അവന്റെ ഒരു കഥയാണ് സിനിമയാക്കിയത്. വിഷ്ണുവിന്റെ ഒരു ചോദ്യം കൂടി ചോദിക്കാണ്ട് കേട്ടോ. ഓക്കെ. ഹായ്, നമസ്കാരം. ഞാൻ വിഷ്ണുവാണ്, വിഷ്ണു ഗോവിന്ദൻ. എനിക്ക് വിഷ്ണുവിനോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഞാൻ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് അഭിനയിക്കാൻ എനിക്ക് ഡേറ്റ് തരുമോ? ഇനി ഒരു സിനിമ കൂടി ചെയ്ത് കഴിഞ്ഞാല് സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഡേറ്റ് കൊടുക്കുമെന്ന്? യെസ് ഓർ നോ? ഇല്ല, നോ, തീർച്ചയായും കൊടുക്കില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരു സിനിമ ചെയ്തു, ഹിസ്റ്ററി ഓഫ് ജോയ് ചെയ്തു, അതാണ് അവന്റെ ആദ്യത്തെ പ്രോജക്ട്. അത് കഴിഞ്ഞിട്ടാണ് അഭിനയം തുടങ്ങുന്നത്. ഇപ്പൊ ഈ അഭിനയത്തിന്റെ സുഖം പിടിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ എല്ലാവരും അവന്റെ അടുത്ത് പറയുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട്, എപ്പോഴാണ് അടുത്ത പടം ചെയ്യുന്നത്, എപ്പോഴാണ് അടുത്ത സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്, ഇതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ ഡേറ്റ് വെച്ച് വരുമ്പോ ഇനിയിപ്പോ ഇല്ലാന്ന് പറയാനായിരിക്കും തീരുമാനം. എന്ത് ധൈര്യത്തിൽ കൊടുക്കുന്നു? അതെ 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 അതെ. ഏത് കാലത്താണ് വരുന്നതെന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. കാരണം ഒരു ഡയറക്ടറും കൂടെയാണ് എന്നുള്ള കാര്യം അവൻ മറന്നുപോകാൻ. ഇപ്പം സാധാരണക്കാരനും മറന്നുപോയി, കാരണം അവൻ ആക്ടറായിട്ടാണ് കാണുന്നത്. സത്യം. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഹിസ്റ്ററി ഓഫ് ജോയുടെ സംവിധായകൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഗോവിന്ദനെ പരിചയപ്പെടുത്തണോ അതോ ആക്ടർ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടണോ? അതായിരിക്കും കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയാം അല്ലേ? അതെ, അല്ല അതാണ് അങ്ങനെ ഇപ്പൊ അവൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി. പക്ഷെ അവൻ പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ അവനൊരു പേടിയാണ്. ഇപ്പൊ എൻഗേജ്ഡ് ആയിട്ടിരിക്കണോണ്ടായിരിക്കും. അതെ 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 അതെ. എന്തായാലും എന്റെ തീരുമാനം ഇത് നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ വിഷ്ണു എപ്പോഴെങ്കിലും എന്ത് സംവിധാനം ചെയ്യുകയാണെങ്കിൽ അഭിനയിക്കുമെന്ന്? ഇല്ല, എന്റെ ചോദിച്ചിട്ടില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും മുമ്പ് വെച്ച് ചോദിച്ചുള്ള പരിപാടി അത് വേണ്ട, നേരിട്ട് ചോദിക്കുന്നത്. നിനക്ക് എന്റെ നമ്പർ ഉണ്ടല്ലോ, നീ എന്നെ വിളിക്കുന്നല്ലേ? നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞങ്ങള് പരിചയപ്പെടുന്നത് എന്റെ കസിന്റെ ഫ്ലാറ്റ് ഉണ്ട് കാക്കനാട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ് വിഷ്ണുവിനെ കാണുന്നത്. അപ്പൊ വിഷ്ണു അന്ന് കണ്ട ഒരു സിനിമയുടെ കഥ ഞങ്ങൾക്ക് വിവരിച്ചു തരാണ്. ഏത് സിനിമയെന്ന് ഞാൻ മറന്നുപോയി. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും രസകരമായിട്ട് നരേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അന്ന് യോബിന്റെ പുസ്തകത്തിന്റെ ഷൂട്ടിംഗ് നടക്കായിരുന്നു. അതിനകത്തൊരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി അന്ന് എറണാകുളത്ത് വന്നത്. പുള്ളി ഒരു ആക്ടർ ട്രെയിനർ ആയിരുന്നു. കുസാറ്റില് ബിടെക് കഴിഞ്ഞിട്ട് നാടക കളരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് അവിടെ തന്നെ വന്ന് പിള്ളേരെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ബന്ധം തുടങ്ങുന്നത്. ആ ബന്ധമാണ് അവസാനം ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ പുറം ലോകം അറിഞ്ഞത്. അതെ 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 അതെ. ഇപ്പോ ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ട് കൂടെ പറഞ്ഞാൽ വെച്ചിരാം. മെല്ലെ കൊഞ്ചും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, 22 ഫീമെയിൽ കോട്ടയം. ഓക്കെ, ഏതാ? എനിക്ക് മനസ്സിലായില്ല, ഏതാ? അത് പഠിക്കേ. അയ്യോ, അത് പാടാൻ എനിക്കത് പാടാന്ന് പറഞ്ഞിട്ട് അതൊക്കെ അത് കേൾക്കാം. ചതിക്കല്ലേ? ശരി, തൽക്കാലം പാട്ട് കേൾക്കാം. ഒപ്പം കേൾക്കാൻ ശാലിനി ആൻഡ് വിഷ്ണു വിനയ്. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ശാലിനിയാണ് എന്റെ കൂടെ ഉണ്ട്, സംവിധായകൻ വിനയന്റെ മകൻ വിഷ്ണു വിനയ്.
പക്ഷെ അങ്ങനെ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് മലയാള സിനിമയിലെ പുത്തൻ താരോദയം വിഷ്ണു വിനയ് എന്ന് പറയുന്നതാണല്ലേ. പുത്തൻ താരോദയം അങ്ങനെ പറയാൻ നോക്കും അല്ലെ, പറഞ്ഞു പോയില്ലേ ഞാൻ തരുന്നത്. ഗാംബിനോസ് എന്ന സിനിമയിലെ നായകൻ മുസ്തഫ. അതെ, മുസ്തഫ ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണെന്ന് പറയും. വിഷ്ണുവിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ വിഷ്ണു എങ്ങനെയാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്? അത്തരം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആദ്യത്തെ സിനിമ വന്നപ്പോഴും ഇപ്പോഴത്തെ സിനിമ വന്നപ്പോഴും അതിനകത്ത് ഞാനാണ് നായകൻ, അപ്പൊ ഞാൻ ഷോൾഡർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഉള്ളത് കൊണ്ടായിരിക്കും ആ സിനിമ ഹിറ്റാവും എന്നുള്ളൊരു ബേസിസിലല്ല ആ സിനിമ ചെയ്യുന്നത് എന്റെ ഡയറക്ടർ. അതിന്റെ സബ്ജക്റ്റും അതിൽ ഞാൻ മതി അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവരും കാണുന്നത് ഇങ്ങനെ ഒരു ആക്ടറെ പൊക്കിക്കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് അത് ചെയ്യുന്നത്. ഞാൻ സക്സസ്ഫുൾ ആയാൽ അത്തരം ഹിറ്റ് സിനിമകളൊക്കെ വന്നതിന് ശേഷമാണ് എനിക്കതൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറേണ്ടത്. കാരണം ഞാനത് ആ ക്യാരക്ടർ നന്നായി ചെയ്യുക മാത്രമല്ല ആ പ്രൊജക്ട് മൊത്തത്തിൽ നന്നാവണം എന്നുള്ളതും എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത്തരം രീതിയിൽ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. ഇപ്പോൾ പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടർ അല്ല. അപ്പൊ ഇപ്പൊ എന്നെ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യാണ്. തിരിച്ചാണ് സംഭവിക്കുന്നത്. ട്രെയിൻഡ് അല്ലാത്ത ആക്ടർ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ വന്നിട്ട് കറക്റ്റ് ചെയ്യാനും ഒക്കെ നിൽക്കൊക്കെ ചെയ്യോ? രാധിക ശരത് കുമാർ വളരെ ആക്റ്റീവായിട്ട് സജഷൻസും അഡ്വൈസും തരുന്ന ആളാണ്. അത് ഞാൻ ചോദിക്കാതെ തരുന്ന ആളാണ്. അപ്പൊ അവർക്കറിയാം ഞാൻ പുതിയ ആളാണെന്ന്. അങ്ങനെ രാധിക മാം തന്നൊരു അഡ്വൈസ് എന്തായിരുന്നു അഭിനയത്തില്? ഇപ്പം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് നമ്മൾ ഭാവം എത്രമാത്രം കൂട്ടണമെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ഒരാളുടെ മുഖത്ത് എങ്ങനെ വരുന്നത് അനുസരിച്ചിട്ടാണ്. പുള്ളിക്കാരി പറയുന്നത് നീ മുഖം അത്രയും പൊക്കിയാൽ ചിലപ്പോൾ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല, കുറച്ചുകൂടെയൊക്കെ ഒന്ന് പൊക്കിയാൽ ആൾക്കാർക്ക് കാണാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് പറഞ്ഞു തരും. എന്നിട്ട് അടുത്ത ഷോട്ട് മാറി നിന്നിട്ട് അത് നോക്കും. ഇപ്പൊ നന്നായി എന്ന് പറയും. ഈ ഹിസ്റ്ററി ഓഫ് ജോയ് കഴിഞ്ഞിട്ട് എന്ത് ഇത്രയും നാളെടുത്തത് അടുത്ത സിനിമ എടുക്കാനായിട്ട്? അല്ല, ഹിസ്റ്ററി ഓഫ് ജോയ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് 2016 തുടക്കത്തിലാണ്. 2017 അവസാനമാണ് അത് റിലീസ് ചെയ്യുന്നത്. കുറെ ബ്രേക്ക് വന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് എപ്പോഴും നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനത് അതിനി അടുത്ത സിനിമ നോക്കാമെന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ അത് റിലീസ് ആവില്ലായിരുന്നു. ഞാനും വിഷ്ണു ഒക്കെ അതിന്റെ പുറകിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് 1.5 കൊല്ലം എടുത്തു. 2017 നവംബറിലാണ് റിലീസ് ചെയ്യുന്നത്. ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മാർച്ചിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. മാർച്ചിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 11 മാസം എടുത്തു ഇത് സിനിമ റിലീസ് ചെയ്യാൻ. ഇപ്പൊ ഇതും ഈ ഗാംബിനോസ് എന്ന് പറഞ്ഞ പടവും ഇത് വലിയ ബാനറൊന്നും അല്ല ചെയ്യുന്നത്. ഡയറക്ടറിന്റെ കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ ഒരു സിനിമ ചെയ്യണതിന്റെ ഇടയ്ക്ക് വേറെ സിനിമ ചെയ്യില്ല? അല്ല, ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സിനിമ ഒരു ആന്തോളജി ഫിലിം ചെയ്തു. അതിന്റെ പേര് മാജിക് മൊമെന്റ്സ് എന്നാണ്. അതിന് റിലീസ് ചെയ്യാൻ ഇരിക്കുകയാണ്. ഏപ്രിൽ ലാസ്റ്റ് ആണ്. ഒരു കരീബിയൻ ഉഡായിപ്പ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. സിനിമയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും എടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രസൻസ് കാണിക്കണം എന്നൊക്കെയുള്ള അഡ്വൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്റെ അച്ഛൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ അച്ഛൻ പറയുന്നത് നിനക്ക് കുറെ നാൾ വീട്ടിലിരുന്നാലും നല്ല പ്രൊജക്ട് ചെയ്യുക, ചുമ്മാ എല്ലാത്തിലും കൂടെ തലവെക്കരുത്. അങ്ങനെ നമ്മൾ അങ്ങനെയല്ല, വിശ്വാസം തോന്നുന്ന കൺവിക്ഷൻ ഉള്ള സിനിമ മാത്രം ചെയ്താൽ മതി എന്നാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറയുന്നത്. ഒരു പ്രോജക്ട് വരുമ്പോൾ ആർക്കാ ആദ്യം കൊണ്ട് കാണിച്ചു കൊടുക്കുക? ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അച്ഛൻ്റെ അടുത്ത് പറയും. പക്ഷെ അതിനുമുമ്പ് ഞാൻ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ പറയുന്നത് വിഷ്ണുവിൻ്റെ അടുത്ത് പറയും, വിഷ്ണു ഗോവിന്ദൻ്റെ അടുത്ത് പറയും. പിന്നെ എൻ്റെ വേറെ സുഹൃത്തുക്കളുണ്ട്, അത് കണക്കാൻ അവരായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്. അച്ഛൻ്റെ അടുത്ത് വളരെ ആക്റ്റീവായിട്ട് തന്നെ സിനിമ ചർച്ചകൾ ഇപ്പോൾ നടക്കാറുണ്ട്. ഒരു സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഞാനും അച്ഛനും തമ്മിൽ സിനിമ സംസാരം കുറച്ച് എന്താ പറയാ അടിയായിരുന്നു. അപ്പൊ അത് വേണ്ടാന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ മെച്ചോർഡായി. കാരണം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാനും അച്ഛൻ എന്നതിലുപരി ഒരു ഫിലിം പേഴ്സണാലിറ്റി, ഒരു ഫിലിം മേക്കറാണെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ കുറച്ചുകൂടെ പഠിച്ചു. അങ്ങനെ മെച്ചോർഡായതാണ്. അല്ല, അതും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പ്രായവും മെച്യൂരിറ്റിയും തമ്മിൽ അങ്ങനെ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ആൾക്കാർ ഒരുപാട് പ്രായം ഉണ്ടെങ്കിലും മെച്ചൂർഡ് അല്ലാതെ ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് വിഷ്ണു വിനയനെ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ്. ഞാൻ ശാലിനി, പറയാൻ മറന്നു ഈ പേര്. അപ്പോ റൗണ്ടിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഞാനൊരു ചൂടനാണ്. അച്ഛനേക്കാളും വലിയ ചൂടൻ? അച്ഛനാണോ വലിയ ചൂടൻ? അച്ഛൻ എന്നേക്കാൾ വലിയ ചൂടാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അച്ഛൻ ചിലപ്പം ഫിലിം സെറ്റിലൊക്കെ ചിലപ്പോഴൊക്കെ ഭയങ്കര ചൂടായി കണ്ടിട്ടുണ്ട്. വീട്ടിൽ ചിലപ്പോൾ അങ്ങ് ചൂടാവാറുണ്ട്, ഞാനും ചൂടാവാറുണ്ട് ഇടയ്ക്ക്. ചിലപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അടികൂടാറൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ പെട്ടെന്ന് തണുക്കും. എനിക്ക് തോന്നുന്നു പുറത്താണ് അച്ഛൻ കുറച്ചുകൂടെ ചൂടനായിട്ട് കണ്ടിട്ടുള്ളത്. ടിവിയിലും ഒക്കെ. വീട്ടിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഓക്കെ. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ. സെൽഫീസ് ഒക്കെ തുടങ്ങിയോ? ഇടയ്ക്ക് ചിലരൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ. പറയുമ്പോ തന്നെ ഒരു ചിരി, ഒരു സന്തോഷമുള്ള ഒരു ചോദ്യം ചോദിച്ചു. ശരി. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാൻ ചില വില്ലന്മാരെ കണ്ടിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2007 ഞാൻ പഠിച്ചത് വെർജീനിയ ടെക് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഒരു ഷൂട്ട് ഔട്ട് ഉണ്ടായി, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു സൗത്ത് കൊറിയൻ പുള്ളി ഒരു 32 പേര് വെടിവെച്ച് കൊന്നു. ഞാൻ എന്റെ ഹോസ്റ്റലിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഹോസ്റ്റലിൽ ആണ് പുള്ളി ആദ്യം ഷൂട്ട് ഔട്ട് ചെയ്തത്. ഒരു 2 പേരെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അറിയുന്നില്ല, കാരണം അത് വെളുപ്പിന് 6:30 കണ്ടാണ്. അത് ഞങ്ങൾ ക്ലാസ്സിൽ പോയി. 9 കണ്ടായപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു പ്രൊഫസർ ഞങ്ങളെ വിട്ടു. ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് നടക്കാൻ ഒരു
1/2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കുമ്പോഴത്തേക്കും കുറേ പോലീസ് ഓഫീസേഴ്സ് വലിയ തോക്കൊക്കെ പിടിച്ച് ഞങ്ങളുടെ നേരെ ഓടി വരിക. അപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി, കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു കുനിയാൻ പറഞ്ഞു ഞങ്ങളുടെ, എന്നിട്ട് നടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ കവർ ചെയ്തു അവർ. ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഞങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. പിന്നെ അവിടെ ലോബിയിൽ TV ഇടുമ്പോഴാണ് മനസ്സിലാവുന്നത്, പഠിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ പുള്ളി പോയിട്ട് ഒരു 30 പേര് ഷൂട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ വിൻഡോസിൽ നിന്ന് ആൾക്കാരെടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ക്യാമ്പസിൽ തന്നെയാണ് നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഭയങ്കര 2-3 ദിവസം ഞങ്ങൾ ആ ഒരു മൂഡിലായിരുന്നു. അപ്പം ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആരണോ, ഐ ഗെസ് മോർ ദാൻ എ വില്ലൻ, ഹി വാസ് സിക്ക്. അല്ലാണ്ട് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെ പഠിക്കുന്ന കുട്ടിയാണ്, ബാച്ചിലേഴ്സ് ആയിരുന്നു. പക്ഷെ പുള്ളിക്ക് 10-25 വയസ്സുണ്ടായിരുന്നു. പുള്ളിയുടെ കവിതകൾ പോലും ഭയങ്കര ഹേറ്റഡും വയലൻസ് ഒക്കെ ഉള്ളൊരു കവിതകളായിരുന്നു. സാധാരണ അച്ഛനമ്മമാർക്ക് മക്കളെ സ്വന്തം കൺമുന്നിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന തന്നെ, ഒരു ബാംഗ്ലൂർ വരെ പഠിക്കാൻ വിടുന്ന തന്നെ വലിയ പേടിയുള്ള കാര്യമാണ്. അപ്പൊ US ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ടായപ്പോ തിരിച്ചു വരാൻ പറയുക, അങ്ങനെ ചെയ്തൊന്നുമില്ല. ഞാൻ അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്, കാരണം ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞു തുടങ്ങി. ഇതാണ് കുറച്ചുകൂടി ഡേഞ്ചർ നാട്ടിൽ വരുന്നത്. പലർക്കും ഇഷ്ടപ്പെടാത്ത പല സിനിമകളും എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞേ? ഡബിൾ ബാരൽ. ചില സിനിമകളെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിന്നെ TVയിലൊക്കെ കാണുമ്പോൾ ബോറടിച്ചിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായും. തിയേറ്ററിലെ ചില സിനിമകൾ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് പേരുടെ കൂടെ ഇരുന്നിട്ട് ആ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ട് നമ്മൾ കാണാൻ നേരത്തും നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത സിനിമ ഏതാ? തിയേറ്ററിൽ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്? പുലിമുരുകനായിരിക്കും. എന്തൊരു ഓണസ്റ്റ്, ബ്രൂട്ടലി ഓണസ്റ്റ്. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിദേശത്ത് പഠിക്കാൻ പോകുമ്പോ അത്യാവശ്യം റേസിസ്റ്റ് കമന്റ് ഞാനും കേട്ടിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. റിയാക്ട് ചെയ്യാപ്പോ? ഒരു തവണ ഞാൻ വളരെ ഹാഷായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതെന്റെ ഒരു പ്രൊഫസറിന്റെ കയ്യിലായിരുന്നു. അതൊരു ഇഷ്യൂ ആക്കി മാറ്റിയില്ല. പുള്ളി എൻ്റെ അടുത്ത് അങ്ങനെ പറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഇട്ടു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് അത് പുള്ളിയെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അത് പുള്ളി അറിയിച്ചു. അച്ഛനെ പോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ആണല്ലേ എല്ലാ കാര്യങ്ങളും. ചില സമയത്ത് ഇങ്ങനെ പറയും, വന്നു പോകുന്നതാണ് വിട്ടുകളാ. ശരി, ഞാൻ വിട്ടുകളഞ്ഞു. ഇഷ്ടമുള്ളൊരു പാട്ട് പറയൂ. മിന്നലഴകേ ഒന്നു നില്ല്, എന്തു ദാഹം കണ്ടു നിൽക്കാൻ. അയ്യോ, പിച്ചുകൂടി പോയി. ഇത്രയൊക്കെ മതിയല്ലോ. പാട്ടേക്കാം. ഹായ്, ഇന്ന് സ്റ്റാർ ജാമിൽ ശാലിനിയുടെ ഗസ്റ്റായിട്ട് ഞാനാണ് വിഷ്ണു വിനയ്. വിഷ്ണുവിനുള്ള അടുത്ത റൗണ്ടാണ് മനസ്സിലായില്ല. എന്താണ് സീന്? ആ സീനാണ് ഇപ്പൊ എടുക്കുന്നത്. സീൻ മാറ്റി എഴുതൂ. Okay, which means ഇപ്പൊ 4 സിനിമയല്ലേ അഭിനയിക്കണു വിഷ്ണു? ഈ 4 സിനിമയില് കയ്യിന്ന് പോയ സീനുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. അരിപെറുക്കിയ സീൻ. അച്ഛന്റെ സിനിമ സെറ്റുകളിൽ കുറെ പോയിട്ടില്ലേ? അങ്ങനെ പോയപ്പോ പലരും അരിപെറുക്കിയ സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതും പറയാം. ഞാനത് പറയുമ്പോ ആദ്യം മനസ്സിലായത് ഓർമ്മ പറഞ്ഞേ. ജയസൂര്യ, ജയേട്ടന്റെ സിനിമ ഊമപ്പെണ്ണിനൊരിയാടാ പോയി. ഊമയായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പം അത് കാരണം അത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫസ്റ്റ് ഫിലിം ഊമയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് കിട്ടുക എന്നുള്ളതാണ് പല ആക്ടേഴ്സിനും താല്പര്യം. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. ഊമയായിട്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതും ആ സമയത്ത് ഫിലിമാണ്. അപ്പം കുറച്ചുകൂടെ ടെൻഷൻ കൂടും. കാരണം റീടേക്സ് പോകുമ്പോൾ ആക്ടറിനും ടെൻഷൻ കൂടും, പ്രൊഡ്യൂസർ എപ്പോഴും അടുത്തുണ്ടാവും. അപ്പൊ അച്ഛൻ സാധാരണ സെറ്റിലൊക്കെ ചൂടാവാറുണ്ട്, പക്ഷെ പുതുമുഖങ്ങളുടെ അടുത്ത് അങ്ങനെ ചൂടാവാറില്ല. കുറച്ച് സോഫ്റ്റ് ആണ്. കാരണം നമ്മൾ അവരുടെ ചൂടായ അവർക്ക് പിന്നെ കയ്യിൽ നിന്ന് പോകുമല്ലോ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാനും പുള്ളിയുടെ സെലക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പുള്ളി എങ്ങനെ ചെയ്യും, എങ്ങനെ വരും, ആ സിനിമ ഹിറ്റായപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. വിഷ്ണുകാരനാണ് സിനിമയിലേക്ക് വന്നതെന്ന് ചേട്ടൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പം ഏതോ ഒരു സീനാണ്. അപ്പൊ ഇങ്ങനെ കുറെ ടേക്ക് ഇങ്ങനെ പോയി ചേട്ടൻ ഗുരുവായൂർ വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ വീട്ടില് ഞങ്ങളിങ്ങനെ ഉമ്മറത്തിരിക്കാൻ നേരത്തെ പുള്ളി വന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് ആ കൂടെ പ്രശ്നമാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റിന്റെ കാര്യം അതൊക്കെ ഇങ്ങനെ ആ സമയത്ത് സംസാരിച്ചിരുന്നു. വളരെ കാലത്തിന് ശേഷം ഒരു പുതുമുഖം അഭിനയിച്ച ഒരു സിനിമ അന്ന് 75 ദിവസം 100 ദിവസം തിയേറ്ററിൽ ഓടി ഹിറ്റായി. അപ്പൊ എനിക്കൊന്ന് അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത്. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണം അരി പെറുക്കി പുള്ളി ഇപ്പോ എവിടെ എത്തി. അതെ. അപ്പം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരും അരി പെറുക്കും. വിഷ്ണു അരി പെറുക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഞാൻ അത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നും ഇതുവരെ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള റോൾസ് ആയിരിക്കും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് കാരണം എനിക്ക് അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഹിസ്റ്ററി ഓഫ് ജോയ്ലൻഡ് അതെ, ഏതൊരു പാട്ടിൽ ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര കൺട്രോൾ എൻവയൺമെന്റ്, എത്ര ആൾക്കാർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കേൾക്കട്ടെ. ഡാൻസ് ചെയ്യാൻ അറിയില്ല, പിന്നെ ഡാൻസ് ചെയ്യാൻ ഒട്ടും അറിയില്ല, വരയ്ക്കാൻ അറിയില്ല. സ്റ്റണ്ട് ചെയ്യാൻ അറിയോന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ എനിക്ക് സ്റ്റണ്ട് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് ചെയ്യാം. റൊമാൻസ് ചെയ്യാൻ അറിയോ? റൊമാൻസ് ചെയ്യാൻ അറിയോന്ന് വെച്ചാൽ
അതുകൊണ്ട് അത് റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സിനിമയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ശരിയാവാനുണ്ടെന്നാണ് എന്റെ കണക്ക്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒന്ന് വാമപ്പ് ആവണം, ചിലപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ. അതായത് കുറച്ചുകൂടി നല്ല നല്ല റൊമാൻറ്റിക് സീനുകളുള്ള സിനിമകൾ വന്നിട്ട് എനിക്ക് അതിൽ പഴകി നന്നാവണം. അതെ അതെ, എന്നാലേ അത് പറ്റുള്ളൂ. അതെ. ഒരു മാസം. ശരി. ഭാര്യക്ക് ഏത് പാട്ട് വെച്ചു കൊടുക്കണ്ടേ? ഭാര്യക്ക് ഇപ്പൊ ഏത് പാട്ട് വെച്ചു കൊടുക്കണ്ടേ? ഭാര്യക്ക് എന്നെ നോയിക്കൊണ്ടിരിക്കണ പാട്ട് പറ. വാർമുക്കിലേ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, മഴ എന്ന് പറഞ്ഞ സിനിമയില്. ഏതൊന്ന് നോട്ടെ, പാടില്ല. അയ്യോ, അത് ഈ പറയുന്ന കണക്ക് ഹരിമുരളീരവൻ പാടുന്ന കണക്ക് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്, അതുകൊണ്ട് അത് പാടില്ല. ശരി, വേണ്ട. ചിത്രചേച്ചി വൃത്തിക്ക് കേൾക്കാം അല്ലേ? അത് കേൾക്കാം. സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി എന്ന ടാഗ് ലൈനോടുകൂടി വരുന്ന ഗാംബിനോസ് ഉടനെ തന്നെ തിയേറ്ററിൽ വരാൻ പോകുന്ന സിനിമയാണ്. ആ സിനിമയിലെ നായകൻ മുസ്തഫ, ശരിക്കുള്ള പേര് പറയാം, വിഷ്ണു വിനയ്. ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ഞാൻ ശാലിനിയാണ്. ജയസൂര്യ എന്ന നടനെ മലയാള സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് വിഷ്ണു വിനയ് എന്ന് പറഞ്ഞ പേര്. ജയസൂര്യ ഏതൊരു ഇന്റർവ്യൂവിൽ പോകുമ്പോഴും വിഷ്ണുവിന്റെ കാര്യം പറയാറുണ്ട്. വിഷ്ണു ഇല്ലെങ്കിൽ, വിനയൻ സാറിന്റെ മകനില്ലെങ്കിൽ ഞാനില്ല മലയാള സിനിമയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നു ആളെന്ന് കാണണല്ലോ. അന്ന് സ്കൂളിൽ പഠിക്കായിരുന്നോ? അതെ അതെ, ഞാൻ 7th അങ്ങോട്ട് പഠിക്കുകയാണ് ആ സമയത്ത്. ആണോ? എങ്ങനെ സ്പോട്ട് ചെയ്തത്? എനിക്കൊന്ന് പുള്ളി ആ സമയത്ത് ACവിലാണ് തോന്നുന്നു ഞങ്ങൾ കണ്ടത്. ഞങ്ങളിത് ആ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് അച്ഛനും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ആ പ്രൊജക്ട് പ്ലാൻ ചെയ്തു, അതിനൊരു പുതുമുഖത്തെയാണ് തപ്പുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. അച്ഛൻ കഥയും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴോ പറഞ്ഞതാണ് ഈ കാര്യം. അപ്പൊ അതിനുശേഷം അടുത്ത എപ്പിസോഡ് അച്ഛൻ കണ്ടുവരുന്നിട്ട് അപ്പം പുള്ളി ഫ്ലെക്സിബിൾ ആണ്, നന്നായി വരും എന്ന് തോന്നി. എനിക്ക് അതിനു മുമ്പ് ചാൻസ് ചോദിച്ചു വന്നിട്ടുണ്ട് വീട്ടില് പുള്ളി. അപ്പോഴൊന്നും അച്ഛൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതിന് പുള്ളിയെ വിളിപ്പിച്ചു. പണ്ട് തൊട്ടേ അപ്പൊ അച്ഛന്റെ സിനിമകളിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ സെറ്റ്സിലൊക്കെ പോകുമായിരുന്നു, ലൊക്കേഷനിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഓർമ്മ പറഞ്ഞേ? എനിക്ക് ഏറ്റവും ഇപ്പോഴും ഞാൻ മറക്കാത്ത ഓർമ്മകളുള്ളത് ആകാശഗംഗയുടെ ലൊക്കേഷനാണ്. ഹൊറർ ഫിലിമാണ്. അപ്പൊ അതിന്റേതായ രസമുണ്ട്. പിന്നെ ആകാശഗംഗയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതലും രാത്രിയാണ്. രാവിലെയാണ് എല്ലാവരും ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങുക. അപ്പൊ ഞാനും രാത്രിയും ഫുള്ള് ലൊക്കേഷനിലിരിക്കും. പേടിയൊന്നുമില്ല ഇത് കാണാനായിട്ടൊന്നും? അല്ല, പേടിയുണ്ട്. പേടിയാണ് നമുക്കത് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതായത് പേടിയുണ്ട് എന്നാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും പറ്റില്ല. പക്ഷെ അപ്പൊ നമുക്ക് അവിടെ നല്ല രസമാണ്. അപ്പൊ എനിക്കൊന്നും അത്രയും ഉറക്കമുളച്ചൊന്നും ഞാൻ ഇരുന്നിട്ടില്ല ഹോൾ നൈറ്റ്. ഒരുപാട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്ത സമയമാണ്. അപ്പൊ പലതും മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നപ്പോ സിനിമയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല? താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നപ്പോ എന്താവാനായിരുന്നു ആഗ്രഹം? അന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അവൻ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. എങ്ങനെയെങ്കിലും കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ പോയപ്പോ ദിലീപ് ഏട്ടന്റെ ചെറുപ്പം അഭിനയിക്കാൻ ഒരു 7 വയസ്സുകാരൻ 8 വയസ്സുകാരൻ അഭിനയിക്കാൻ ഒരു കുട്ടി വേണം. അപ്പൊ ഞാൻ അവിടെ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ 2 ഷോട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട് കല്യാണ സൗഗന്ധിയത്തിൽ. അത് കഴിഞ്ഞിട്ട് അതേ കാര്യം പിന്നീട് സംഭവിച്ചു. അനുരാഗ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്തും ഇത് കണക്ക് ദിലീപ് ഏട്ടന്റെ ചെറുപ്പം ഞാൻ ചെയ്തു. അതിനകത്ത് കുറച്ചുകൂടെ ഉണ്ട്. അതിനകത്തൊരു പാട്ടിൽ ഏതാണ്ട് പകുതിയോളം ഞാനുണ്ട് അതിന്റെ ടൈറ്റിൽ സോങ്ങിൽ. ആണെന്ന് തോന്നുന്നു. മുഖത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ എന്തൊക്കെയാ ഈ പറയുന്നത്? പിന്നെ അഭിനയിച്ചിട്ടില്ല? പിന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല അഭിനയിക്കാൻ? പിന്നെ ഞാൻ അച്ഛന്റെ അസിസ്റ്റന്റ് ഉണ്ട്, നിസാർ എന്ന് പറഞ്ഞു. അപ്പൊ നിസാർ അങ്കിളിന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ 1-2 പടത്തിൽ അഭിനയിച്ചു എന്ന് പുള്ളി കേട്ടിട്ട് പുള്ളി വിളിച്ച് എന്നെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടോ ഞാൻ അഭിനയിപ്പിക്കും. അതിന്റെ പേര് അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. വിജയരാഘവന്റെ സിനിമയാണ്. ഗീത ഉണ്ടോ? ഗീതയുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ത്രൂ ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചധികം സീൻസ് ഉള്ള ആ കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ടാണ്. ഓരോരോ ഫിലിം ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിനൊക്കെ മുടങ്ങാത്ത സാന്നിധ്യമായിരുന്നു. അച്ഛൻ അങ്ങനെ അധികം ഫിലിം ഫംഗ്ഷൻസിന് പോവാത്ത ആളാണ്. അന്നും പോയില്ലായിരുന്നു? അന്നും പോയില്ലായിരുന്നു. അച്ഛൻ പ്രശ്നങ്ങളുടെ കാര്യം ഇപ്പൊ പറയാറുണ്ട്. പക്ഷെ പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് അച്ഛൻ ഫിലിം ഫംഗ്ഷൻസിന് അധികം പോകാറില്ല. അച്ഛൻ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സിനിമാക്കാരുമായിട്ട് അങ്ങനെ ബന്ധം. അച്ഛന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷെ വീട്ടിൽ വരിക, ഞങ്ങളുടെ കൂടെ ഇരിക്കുക, അയലോക്കക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുക, അതൊക്കെയാണ്. അച്ഛനെ പോലെയാണോ മകനും? എങ്ങനെയാ വ്യത്യാസം പറയാ? നേച്ചറിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും അതുപോലെ അല്ല. അതുകൊണ്ടാണ് ഞാൻ നോ എന്ന് പറഞ്ഞത്. എന്താ പൊതുവെ ആൾക്കാർ എങ്ങനെയാ പറയാ? അച്ഛന്റെ സ്വഭാവമാണോ അമ്മയുടെ സ്വഭാവമാണോ പറയാ? ഞാൻ ഭയങ്കര ഇമ്പൾസീവ് ആണ്, ദേഷ്യപ്പെടും. അപ്പൊ അത് അച്ഛന്റെ ട്രേറ്റ് ആണ്. പക്ഷെ അച്ഛൻ പെട്ടെന്ന് തണുക്കും. ഞാനും അതേപോലെ ഭയങ്കര പെട്ടെന്ന് തണുക്കുന്ന ആളാണ്. അപ്പൊ ആ ഒരു ട്രേറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല. അച്ഛൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അച്ഛൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ അധികം സംസാരിക്കാറില്ല. എന്നെ കൊണ്ട് സംസാരിപ്പിച്ചാൽ ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാറില്ല. സംസാരിക്കുന്നുണ്ടോ? ഇപ്പോ അത്യാവശ്യം സംസാരിക്കുന്ന ഒരു മൂഡിലാണ്. അതെ. പിന്നെ ഒരുപാട് അമ്മയുടെ ട്രേറ്റ്സ് ആണ്. അമ്മേനെ പോലെയാണോ അച്ഛനെ പോലെയാണോ? എനിക്കൊന്ന് 2 പേരുടെയും ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരാളുടെ ആയിട്ട് തോന്നില്ല. എനിക്ക് അച്ഛന്റെ ചായ എവിടെയും തോന്നുന്നു. ഇല്ല അച്ഛന്റെ ചായ ഉണ്ടെന്ന് ആരും അങ്ങനെ പറഞ്ഞു. അമ്മയുടെ ഫീച്ചേഴ്സ് ആണ് കൂടുതലും ഉള്ളത്. അച്ഛന്റെ ജീവിത സാഹചര്യങ്ങൾ എന്റെ ജീവിത സാഹചര്യം രണ്ടും രണ്ടാണ്. ചില ട്രേറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ വളർന്നു വരുമ്പോൾ 2 വ്യക്തികളായിട്ട് മാറും. പക്ഷേ മലയാള സിനിമയിൽ സംവിധായകൻ വിനയന്റെ മകൻ എന്നുള്ള ടാഗ് എപ്പോഴും ഉണ്ട്. അതുണ്ട്. അത് മാറ്റാൻ പറ്റില്ലല്ലോ. അതങ്ങനെയാണ്. അത് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. വെരി ഗുഡ്. യു ഷുഡ് ബി. അച്ഛന്റെ സിനിമയിൽ ഒരു പാട്ട് വരുള്ളൂ. ആകാശഗംഗയിലെ പാട്ട് കേട്ടാലോ നമുക്ക്? പുതുമഴയായി. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ഈ കേട്ട ശബ്ദം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് വിഷ്ണു വിനയ്. കൂടെ ഞാനുണ്ട് ശാലിനി.
എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു അക്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ, RJ ശാലിനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇൻസ്റ്റയില് ഞാൻ അങ്ങനെ ഒരു പടമൊക്കെ ഇട്ടിട്ട് ഇന്നിതാ വിഷ്ണു വിനയാണ് എന്റെ ഗസ്റ്റ് ആയിട്ട് വരുന്ന, ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് കുറെ ചോദ്യങ്ങളൊക്കെ താഴെ വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്താലോ? റെഡിയാണല്ലോ? ആദ്യത്തെ ചോദ്യം മിഥുനാണ് ചോദിച്ചിരിക്കുന്നത്. സംവിധായകൻ വിനയൻ, അതായത് വിഷ്ണുവിന്റെ അച്ഛൻ, ഒരുപാട് പുതുമുഖങ്ങളെ സിനിമയിൽ കൊണ്ടുവരുന്ന ആളാണ്. എന്നിട്ട് എന്റെ അച്ഛന്റെ സിനിമയിൽ ലോഞ്ച് ചെയ്തില്ല? ഞാൻ സിനിമയിൽ വരുന്നത് അത്ര സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ആഗ്രഹം. ഇങ്ങോട്ട് ഒരാൾ തേടി വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാലേ അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. തോമസ് സെബാസ്റ്റ്യന്റെ ചോദ്യമാണ്. സിനിമയിലെ നായക സങ്കല്പം എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള, നല്ല ഹൈറ്റ് ഉള്ള, നല്ല ലുക്ക് ഉള്ള, ഇപ്പോഴും അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തകളൊക്കെ ഉണ്ടോ എന്നാണുള്ള സംശയം. അങ്ങനെ ഒരു ചിന്ത ഒരുപാട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭംഗിയുടെ ഒന്നും ആവശ്യമില്ല, അഭിനയിക്കാൻ അറിഞ്ഞാൽ മതി. തീർച്ചയായും അഭിനയിക്കാൻ അറിഞ്ഞാൽ മതി. ആഷ്ലിയുടെ ചോദ്യമാണ് കേട്ടോ. ചെയ്യാൻ ആഗ്രഹമുള്ള ചരിത്ര കഥാപാത്രം ഏതാണ്? ചെയ്യാൻ ആഗ്രഹമുള്ള ചരിത്ര കഥാപാത്രം? അയ്യോ, ചരിത്ര കഥാപാത്രങ്ങൾ ഇഷ്ടമാണോ? ചരിത്ര കഥാപാത്രങ്ങൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ആൾക്കാരൊക്കെ ചിന്തിച്ചു തുടങ്ങി. മാർത്താണ്ഡവർമ്മ. അടിപൊളി. നമുക്കിനി ഫേസ്ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഉണ്ണികൃഷ്ണൻ കുമരൂത്ത് മഹാദേവൻ ചോദിച്ചിരിക്കുകയാണ്. മലയാള സിനിമയില് ചെറുപ്പക്കാര് ധാരാളമായിട്ട് എത്തുന്നുണ്ട്. പലർക്കും സ്വന്തമായിട്ട് ഒരു കസേര പോലും ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് പറയാം. എന്ത് ധൈര്യത്തിലാണ് അഭിനയ മോഹവുമായി എത്തിയത്? അയ്യോ, ഞാൻ അഭിനയ മോഹമായിട്ട് വന്നില്ല. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതൊരു ഭാഗ്യമാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാനാണ് എന്റെ തീരുമാനം. കൂട്ടത്തിലൊരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. നിലനിൽപ്പിനായി അച്ഛൻ സഹായിക്കും എന്ന ഉദ്ദേശത്തോടെയാണോ? നിലനിൽപ്പിനായി എനിക്ക് ചാൻസ് കിട്ടിയത് തന്നെ ഞാൻ വിനയന്റെ മകൻ എന്നുള്ളൊരു ടാഗ്ലൈൻ കാരണമാണ് എന്റെ പ്രൊഡ്യൂസർ ആദ്യമായിട്ട് എന്റെ ഫിലിമിന് ഇത് ചെയ്തത്. പക്ഷേ എനിക്ക് ഇനി തുടരണമെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ എന്നെ വെച്ചൊരു സിനിമ ചെയ്ത് ഞാൻ ഹിറ്റായാൽ ചിലപ്പോൾ അതൊരു വലിയ സഹായമാവും. അല്ലാതെ അച്ഛൻ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. വിപിൻ ചോദിച്ചിരിക്കുകയാണ്, അച്ഛന്റെ പേര് എപ്പോഴെങ്കിലും ഈ ഒരു ഫിലിം ജേർണിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശമുണ്ടോ? എന്നെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് പടം തേടി വന്നാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞല്ല. ഉപയോഗിക്കാനായിട്ട് ഞാൻ പറയും, ഞാൻ വിനയന്റെ മകനാണ്. അതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിനയന്റെ മകനാണ്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു നടക്കുന്ന ആളാണ്. ഓക്കെ. എബിൻ ചോദിച്ചിരിക്കുകയാണ് കേട്ടോ, വിഷ്ണു നായകനാവുന്ന ചിത്രത്തില് മമ്മൂട്ടിയോ മോഹൻലാലോ ദിലീപോ ഒക്കെ വില്ലൻ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും? ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഈ പറയുന്ന ആൾക്കാര് വില്ലൻ ആയിട്ട് വരുന്ന ഒരു സമയം അത് ഒരുപാട് വിദൂര ഭാവിയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെ. പക്ഷെ തീർച്ചയായും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. വേണ്ടെന്നൊരിക്കലും പറയില്ല. സംവിധായകന്റെ കുപ്പായം ഭാവിയിൽ അണിയുമോ എന്ന് ശ്രീകുമാറിന്റെ ചോദ്യം. തീർച്ചയായും. അതിനാണല്ലോ ഞാൻ വന്നത്. അതെ. അല്ല പിന്നെ കേരളത്തില് ഒരു സൂപ്പർ ഹീറോ മൂവിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ഷോണിന് ഒരു സംശയം. ഒടിയനൊക്കെ വന്നല്ലോ. അതുപോലെ അതിശയൻ പാർട്ട് 2 ചാൻസ് ഉണ്ടോ? അങ്ങനെ വല്ല പ്രോജക്റ്റും ഉണ്ടോ? അതെനിക്കറിയില്ല. അച്ഛൻ എന്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരു സൂപ്പർ ഹീറോ മൂവിക്ക് സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പ്രോജക്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രോജക്ട് വിഷ്ണുവിന് വരാണെങ്കിലോ എടുക്കോ? അങ്ങനെ ഒരു പ്രോജക്ട് ആക്ച്വലി ഒരാൾ പ്രൊഡ്യൂസർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാളൊരു കഥ പറഞ്ഞു അങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച്. കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ എനിക്ക് പറ്റിയാണെന്ന് തോന്നിയില്ല. വേണ്ടെന്ന് വെച്ചു. ശരി. ആള് വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് ഷോൺ. ഇപ്പോഴത്തെ യങ് ആക്ടേഴ്സിലെ ഏറ്റവും ബെസ്റ്റ് ആരാണ് സ്വയം തോന്നിയിട്ടുള്ളത്? ഫഹദ് ഫാസിൽ. എന്താ റീസൺ? അദ്ദേഹത്തിന്റെ സിനിമകളാണ് നമുക്കിപ്പോൾ ഏറ്റവും ഡിഫറന്റ് ആയിട്ട് തോന്നുന്നത്. അതെനിക്ക് അതൊരു വലിയ പ്രധാന ഘടകമാണ്. ഒരുപാട് പേര് നന്നായിട്ട് അഭിനയിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫിലിം ഇപ്പോൾ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള സിനിമയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മുടെ സിനിമകളാണ് നമ്മളെ നന്നാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫിലിംസ് ആണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഇവിടുത്തെ ആൾക്കാർ പോയി കാണുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കളക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സിനിമയാണ്. ഷാജിയുടെ സംശയം മാരീഡ് ആണോ എന്ന്? ആണെന്ന് പറയട്ടെ. എത്ര നാളെ കല്യാണം കഴിഞ്ഞത് പറഞ്ഞോ? 1 മാസം. ഭാര്യ ഡെന്റിസ്റ്റ് ആണ്. വിധു എന്നാണ് പേര്. ന്യൂലി മാരീഡ്. അതെ, ന്യൂലി മാരീഡ്. നവവരൻ. മലയാളത്തില്. സതീഷ് ചോദിച്ചിരിക്കുക, അഭിനയമാണോ അതോ ഇന്റർവ്യൂ ആണോ ചാലഞ്ചിങ് ആയി തോന്നിയതെന്ന്? ഇന്റർവ്യൂ. തീർച്ചയായും. സീരിയസ്ലി വളരെ റെലവന്റ് ആയിട്ടുള്ള ചോദ്യം. സതീഷ് ശരി, ഞാൻ നിർത്തി. ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോ? മൗനം സ്വരമായി എൻ പൊൻവീണയിൽ. അങ്ങനെ വെൽക്കം ബാക്ക്. ശാലിനിയാണ് ഇന്ന് സ്റ്റാർ ജാമിലെ നമ്മുടെ ഗസ്റ്റ്. വിഷ്ണു വിനയ് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗാംബിനോസ്. പക്ഷേ ഇപ്പൊ ഗാംബിനോസിനെ കുറിച്ചുള്ള വിശേഷമല്ല, ഞാൻ വിഷ്ണുവിന് അടുത്ത് റൗണ്ട് കൊടുക്കാൻ പോവാ. Here we go. Star Jam, fill in the blanks. റെഡി? സംവിധായകൻ വിനയൻ, അതായത് എന്റെ അച്ഛൻ, ഡയറക്ട് ചെയ്ത ഹൊറർ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച യക്ഷി ഡാഷാണ് മയൂരി. ശരിക്കും എത്ര വയസ്സ് വരെ പേടിച്ചിട്ടുണ്ട്? ആകാശങ്ങൾ 99-ലാണ് ഇറങ്ങുന്നത്. എനിക്കൊരു 3-4 കൊല്ലമെങ്കിലും ഞാൻ പേടിച്ചിട്ടുണ്ട്. ഇപ്പോ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് 1-2 സീക്വൻസ് പേടിപ്പെടുത്തും. പക്ഷെ പഴയതുപോലെ പേടിയില്ല. ഞാൻ വലുതായി. ഞാനൊരു ഡാഷ് വിരോധിയാണ്. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ശരിക്കും പറ്റിയ സ്ഥലത്താണ് വന്ന് പെട്ടത്. അതെ, കറക്റ്റ് സ്ഥലത്താണ്. ഇന്ന് ഒരു ദിവസം സംസാരിക്കാനുള്ള മുഴുവൻ സംസാരിച്ച് നിർത്തുമെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ ഒരു ആവറേജിന് ഒരു 3-4 ഇരട്ടിയായിരുന്നു. കോട്ട അതെ, കോട്ട കഴിഞ്ഞിട്ട് കുറെ നേരമായി. മിണ്ടാതിരുന്നോ.
ഓക്കെ, ഞാൻ എന്റെ ഫോണിൽ നിന്നും ലാസ്റ്റ് വിളിച്ച ആക്ട്രസ് ഡാഷ് ആണ്. ശിവകാമി, എന്റെ ഫസ്റ്റ് പടത്തില് നായികയായിട്ട് അഭിനയിച്ചത് ഹിസ്റ്ററി ഓഫ് ചോയ്റ്റ്. ഓക്കെ, ലാസ്റ്റ് വിളിച്ച ആക്ടർ ഡാഷ് ആണ്. ശ്രീജിത്ത് രവി. എന്തായിരുന്നു കാര്യം? ശ്രീജിത്ത് ഏട്ടൻ എന്റെ കൂടെ ഗ്യാമ്പിനോസിലുണ്ട്, അപ്പം അങ്ങനെ വിളിച്ചാണ്. എന്തൊക്കെ അറിയണം. ഒരു സൂപ്പർ ഹീറോ റോൾ ചെയ്യാൻ കിട്ടിയാൽ ഞാൻ ഡാഷ് റോൾ ചെയ്യും. ബാറ്റ്മാൻ. വിഷ്ണു വിനയ് ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻ വൺ വേർഡ്. വിഷ്ണു വിനയ് is a very soft spoken, intelligent, handsome, all that. ഞാൻ all that jazz. എല്ലാം കൂടി ചേർന്ന് ഒരു സുന്ദര കുട്ടനാണ്. ഓക്കെ, ഫസ്റ്റ് തിങ് ഓൺ യുവർ ബക്കറ്റ് ലിസ്റ്റ്. എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് ഇല്ല, ഞാൻ എന്താ ചെയ്യാനാണ്? ഒരു ആഗ്രഹവും ഇല്ലേ? ഇത് എന്തൊരു മനുഷ്യനത്? കുറച്ച് ആഗ്രഹങ്ങളെ എനിക്കുള്ളൂ, സത്യമായിട്ടും. ഒരു ആഗ്രഹം പറഞ്ഞേ. എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വളരെ ചെറിയ ആഗ്രഹങ്ങൾ മാത്രം. അതൊരു ബക്കറ്റ് ലിസ്റ്റ് ആയിട്ട് ഞാനിപ്പോ കാണുന്നില്ല. ഐ വിൽ ഡു ഇറ്റ്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം ഇടുന്നത് ഇതാവാം, സിനിമ സംവിധാനം ചെയ്യലാവാം. ഓക്കെ, അതിന് ഒരു ബക്കറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സാധനമാണെങ്കിൽ അങ്ങനെ കണക്കാക്കാം, സിനിമ സംവിധാനം ചെയ്യാം. കുറെ യാത്രയൊക്കെ ചെയ്തിട്ടില്ലേ അത്യാവശ്യം? ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ കുറെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ശരി, അത്രയും പോയത് അത്രയും മതി കേട്ടോ. അത് വെച്ചിട്ട് സ്ട്രേഞ്ചസ്റ്റ് തിങ് യു ഹാവ് എവർ ഈറ്റൻ. യാക്കിന്റെ മീറ്റ് കഴിച്ചിട്ടുണ്ട്. യാക്കിന്റെ പുറത്ത് ഞാൻ കേറിയിട്ടുണ്ട്. സ്ട്രേഞ്ച് ഐറ്റം ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കഴിച്ചുള്ള ഏറ്റവും സ്ട്രേഞ്ചസ്റ്റ് തിങ് അതായിരിക്കും. എവിടെ നിന്ന് കഴിച്ചു? പീർപഞ്ചൽ റേഞ്ചിൽ ട്രെക്കിന് പോയിട്ടുണ്ട്. അവിടെ വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് കഴിച്ചു. ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ ഭക്ഷണമൊക്കെ ചോദിച്ചു തരുമല്ലോ, അങ്ങനെ കഴിച്ചു. വേറെ നിർത്തിയില്ലായിരുന്നു. അപ്പാർട്ട് ഫ്രം സിനിമ, യുവർ ബിഗസ്റ്റ് അഡിക്ഷൻ ഇസ് റീഡിംഗ്. റീഡിങ്ങിനെ കുറിച്ച് ഞാൻ ചില കഥകൾ കേട്ടിട്ടുണ്ട്. ഈ US പഠിക്കുന്ന സമയത്തേ അമ്മ ഇവിടുന്ന് കുറെ നല്ല നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ കൊറിയർ ചെയ്യുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ ഈ പറയുന്ന കണക്ക് ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് US പോയി അതിനുശേഷമാണ് വായന തുടങ്ങുന്നത്. കാരണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ നാടൊക്കെ മിസ്സാവുന്നത്, നമ്മുടെ ഭാഷ മിസ്സാവുന്നത്. അപ്പോഴാണ് വായനാശീലം കുറച്ച് കൂടുന്നത്. പുസ്തകമൊക്കെ ഞാൻ ഇങ്ങനെ ബ്ലോഗ്സ് ഒക്കെ വായിക്കുന്ന സമയമാണ്. അപ്പം ഓരോ പുസ്തകങ്ങളെ കുറിച്ച് ആൾക്കാർ എഴുതും. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ അമ്മയെ വിളിച്ച് പറയും, പുറത്ത് പോകാൻ നേരത്തെ ആ പുസ്തകം മേടിച്ചിട്ട് എനിക്ക് അയച്ചിരണം എന്ന് പറയും. അപ്പം ഒരുപാട് വായനയുള്ള സമയമായിരുന്നു കോളേജ് കാലഘട്ടം. ഇപ്പോഴും ഇടയ്ക്ക് വായനയൊക്കെ ഉണ്ട്. ഇംഗ്ലീഷാണോ മലയാളമാണോ? ഇപ്പൊ മലയാളമാണ് വായിക്കുന്നത്. ചില ആൾക്കാർ പറയില്ലേ, ഒരു 5-10 വർഷമൊക്കെ പുറത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാളം മറന്നു പോകുന്നത്, അങ്ങനത്തെ പ്രശ്നമൊന്നും വിഷ്ണുവിനില്ല? ഇല്ല, ഞാൻ ഇവിടെ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത് 10ാം ക്ലാസ് വരെ. SSLC ആയിരുന്നു, പഴയ SSLC. അപ്പൊ ഈ പറയുന്ന കണക്ക് കുമാരനാശാനും ഉള്ളൂരും ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ പാസ്സാവുന്നത്. 51 അക്ഷരം ചോദിച്ചാൽ പറയോ? പറയാൻ പറ്റും. പറഞ്ഞേ കേക്കട്ടെ. ആ ആ ഇ ഈ ഉ ഉ ഓ ഓ ഔ അം ആ. അപ്പൊ എറുവൊക്കെ അവിടെ പോയി? അറിവുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 49 ആയുള്ളൂ എങ്കിൽ ബാക്കി രണ്ട് ഞാൻ കണ്ടുപിടിച്ച് തരാം. അങ്ങനെയാണ്. അതായത് കംപ്ലീറ്റ് ഉടായിപ്പാണ്. അല്ല, ഞാൻ 51 തികച്ചു തന്നാ പോരെ. ഞാനേ പിന്നെ ചോദിച്ചേക്കാം. ഇതിനിടയ്ക്ക് എയും ഐ ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു. പറഞ്ഞില്ലല്ലേ? ഇല്ല, പറഞ്ഞില്ല. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉടായ്പ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാ. Here we go. ഇത് ക്ലബ് FM സ്റ്റാർ ജാം. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. ഹായ്, ഇന്ന് സ്റ്റാർ ജാമിൽ ശാലിനിയുടെ ഗസ്റ്റ് ആയിട്ട് ഞാനാണ് വിഷ്ണു വിനയ്. ഈ റൗണ്ടിന്റെ പേര് യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇത് ഒഫീഷ്യലി. ഓക്കെ. ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് വിഷ്ണു സ്റ്റോറി ചെയ്തൊരു സിനിമയാണ് അല്ലേ? അത് US സമയത്ത് അച്ഛന് വേണ്ടിയിട്ട്. പക്ഷെ ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലല്ലോ ബോക്സ് ഓഫീസിൽ. ഈ പടം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്നപ്പോ ആരെങ്കിലും ബ്ലെയിം ചെയ്തിരുന്നോ വിഷ്ണു? അതിന്റെ സംവിധായകൻ, എന്റെ അച്ഛൻ. ശരിക്കും അല്ല, അച്ഛൻ എന്നെ ആദ്യമേ എന്റെ അടുത്ത് പറഞ്ഞു, നീ ആ കഥ ഇങ്ങ് തന്നാ മതി. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ ആ സിനിമയാക്കാൻ വേണ്ടി വെച്ചിരുന്നതല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതി വരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് സിനിമ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ്, അതായത് എല്ലാ തരത്തിലുള്ള സിനിമകൾ. അപ്പൊ എന്റെ മനസ്സിൽ അത് ഇങ്ങനെ ചെയ്യണം, അതായത് അതിന് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ത്രെഡ് പറഞ്ഞപ്പോൾ അച്ഛന് ത്രെഡാണ് ഇഷ്ടപ്പെട്ടത്. ആ ത്രെഡാണ് അച്ഛൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചില്ല, നീ ഇനി പോയിക്കോ, എനിക്ക് ആ ത്രെഡ് മതി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഒരു മൂലകഥ എന്റെ ആയത് കാരണമാണ് പേര് വെച്ചത്. അപ്പൊ ആ സിനിമ വർക്കൗട്ട് ആവാത്തത് ആ സമയത്താണ് അച്ഛന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ തൊട്ടുള്ള സിനിമകൾ നമ്മൾ നോക്കിയാൽ, അച്ഛന്റെ അതിന് മുമ്പുള്ള സിനിമയും ചാലക്കുടിക്കാരൻ ചങ്ങാതിയും മാറ്റി നിർത്തിയാൽ, അച്ഛന്റെ മോശം സിനിമകൾ അല്ലെങ്കിൽ നിലവാര തകർച്ച സംഭവിച്ച സിനിമകൾ അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. കാരണം അച്ഛന്റെ പ്രശ്നത്തിന്റെ തുടക്കമാണ് ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കനൊക്കെ. അപ്പൊ അതിന്റേതായ കുറച്ച് ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്ക്, അതിനുശേഷമുള്ള സിനിമയ്ക്ക്. വിഷ്ണുവിന്റെ അച്ഛനെതിരെ, അതായത് സംവിധായകൻ വിനയനെതിരെ മലയാള സിനിമയിൽ ഒരു 7-8 വർഷത്തെ ബാൻ ഉണ്ടായിരുന്നു അല്ലെ? അതെങ്ങനെയാ വിഷ്ണുവിനെ ബാധിച്ചത്? ഞാൻ അതിന്റെ 2 വർഷം പറയാം. വീട്ടില് ആയിരുന്നു ഞാനെങ്കിൽ, ഇപ്പൊ വീട്ടിൽ അച്ഛൻ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ഒരു തമാശ മട്ടിലാണ്, ആ ഒരു മൂഡിലാണ്. എന്റെ അടുത്തും അമ്മയുടെ അടുത്തും അനിയത്തിയുടെ അടുത്തും ഒക്കെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ അച്ഛൻ അവതരിപ്പിക്കുന്ന അങ്ങനെയാണ്. അത് കാരണം ഒരു പ്രഷറില്ല. പക്ഷെ ഞാൻ അപ്പൊ പഠിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് US എന്റെ ചുറ്റുവരൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ അറിയുന്നത് ഇങ്ങനെ ഓരോരോ വാർത്തകൾ വായിക്കുമ്പോഴും ഓരോ ആൾക്കാരെ കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വീട്ടിലെ അമ്മയും
അനിയത്തിയും ഒന്നും ശ്രദ്ധിക്കാറില്ല. അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. അച്ഛൻ ഇതൊന്നും വകവയ്ക്കാറില്ല. ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളുടെ ഇടയിലും അച്ഛൻ ഏതൊരു TV ചർച്ചയിൽ ഒരു അഭിപ്രായം ചോദിച്ചാൽ അപ്പ കയറിയിരുന്ന അഭിപ്രായം പറയുകയൊക്കെ ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ വിഷ്ണു ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞോ ഇനി അധികം അഭിപ്രായം പറയാതിരിക്കുന്നതല്ലേ ബുദ്ധി? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനും പറഞ്ഞിട്ടില്ല, അമ്മയും പറഞ്ഞിട്ടില്ല, അനിയത്തിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഫ്രീഡം അച്ഛനുണ്ട്. ഞങ്ങൾ ഒരു രീതിയിലും ഇടപെട്ടിട്ടില്ല. ഇതിപ്പോ അച്ഛന്റെ ഇങ്ങനത്തെ പബ്ലിക് സ്പേസിൽ വന്ന് പറയുന്ന കാര്യമാണെങ്കിലും അച്ഛന്റെ സിനിമാ കാര്യങ്ങളാണെങ്കിലും ആ ഒരു ഫ്രീഡം ഒരിക്കലും ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അച്ഛന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുക. വെരി ഗുഡ്. വാവ്, നൈസ്. നല്ല മോനാണല്ലോ. ചോദിക്കട്ടെ, വിഷ്ണുവിന് സിനിമയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയപ്പോ അച്ഛൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സംവിധായകൻ വിനയന്റെ മകനാണെന്നുള്ളൊരു പ്രശ്നമാവുന്ന ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഹിസ്റ്ററി ഓഫ് ജോയ് തുടങ്ങുന്ന സമയത്ത് അച്ഛന്റെ ബാൻ ലിഫ്റ്റ് ചെയ്തിട്ടില്ല, ബാൻ ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴും ഇപ്പോഴുള്ള സ്റ്റാർസിന്റെ കൂടെയാണ്, ആക്ടേഴ്സിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ജോജു ജോർജ് അതിനകത്തുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു വിഷ്ണുവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നൊരു ധാരണ വേണ്ട, വിഷ്ണു അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ബാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫേസിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു മട്ടം ഞാൻ കാണുന്നില്ല. കാരണം എല്ലാവരുമായിട്ട് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പം മോഹൻലാലായിട്ട് ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ജോവിയൽ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം അത് അച്ഛൻ പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. അച്ഛൻ പറഞ്ഞു ഇത് ശാശ്വതമല്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ്. അച്ഛനും മോഹൻലാലുമായിട്ടുള്ള സിനിമയെ കുറിച്ചിട്ടുള്ള എന്താ അറിയുന്നത്? അല്ല, ഞാനും അച്ഛനും കൂടെയാണ് ആ മീറ്റിങ്ങിന് പോയത്. ഞാൻ ഡ്രൈവറായിട്ടാണ് പോയത്. കാരണം ആ സമയത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ അവിടെ അവർ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി. അദ്ദേഹം അറിഞ്ഞു ഞാൻ പുറത്തുണ്ടെന്ന്. അപ്പോൾ എന്നെ വിളിപ്പിച്ചു. അപ്പോൾ കണ്ടു. അപ്പോഴാണ് ഞാൻ പുള്ളി ഭയങ്കര കോഡിയലായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളാണ്. അന്ന് പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഞാനും ഒരുക്കാണ്. അപ്പം നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന, വേണ്ട എന്ന് പറയാൻ തോന്നുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും. അപ്പോൾ അത് നടക്കാൻ ചാൻസ് ഉണ്ട്, നടക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. നടക്കട്ടെ. അതെ അതെ, എല്ലാവരും കാത്തിരിക്കുന്ന പോലെ. അതെ അതെ അതെ. കാരണം ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനൊരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വന്നല്ലോ, അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ കേൾക്കാൻ തോന്നുന്ന പാട്ട് ഏതാ? അച്ഛന്റെ സിനിമയിലാണോ? ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്ത് M. ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഓമനെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നോ മോർ വിഷ്ണു, അതാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ ഇന്നത്തെ ഗസ്റ്റിന്റെ ഇൻസ്റ്റഗ്രാമിലെ പേര്. ആളുടെ പേര് ഞാൻ ശരിക്കും പറയാം, വിഷ്ണു വിനയ്. കൂടെ ഞാനുണ്ട് ശാലിനി. ഇനി പറഞ്ഞ എന്താ ഈ നോ മോർ വിഷ്ണു? ഇൻസ്റ്റാഗ്രാം ID. അതിപ്പോഴും അങ്ങനെയായിരുന്നല്ലേ? അല്ല, അത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ആയിരുന്നു പരിപാടി. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു എൻട്രൻസ് മാഷുണ്ട്. അദ്ദേഹം ഭയങ്കര കിടിലാണ്, അജിത്ത്. പുള്ളിയാണ് നടത്തുന്നത്. ഞങ്ങളെല്ലാവരും പുള്ളിയുടെ വലിയ ആരാധകരായിരുന്നു. പുള്ളി ഞങ്ങൾക്ക് മെയിൽ അയക്കും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ നോ മോർ അജിത്ത് എന്നാണ് പുള്ളിയുടെ മെയിൽ ID. ആരാധന മൂത്ത് ഞങ്ങൾ കുറച്ചുപേര് ഞാൻ നോ മോർ വിഷ്ണു ഇങ്ങനെയൊക്കെ ആക്കി ഞങ്ങളൊരു കൾട്ടുണ്ടാക്കി. അത് പിന്നെ ഞാൻ തുടർന്ന് പോകുന്നു എന്നേ ഉള്ളൂ. അതിനല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ ഒരു 3-4 കൊല്ലമായി കാണും. കഴിഞ്ഞ ഒരു 1-2 കൊല്ലമായിട്ടാണ് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അക്കൗണ്ട് ഉണ്ടാക്കിയത് ഒരു 4 കൊല്ലം മുമ്പായിരിക്കും. വേറെ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുണ്ട്? ഞാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയത്ത് ഞാൻ ട്വിറ്റർ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ തിരിച്ച് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങി. ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെയാ ഹാൻഡിൽ ചെയ്യണേ? സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യണം. പേജ് ഒക്കെ ഉണ്ടോ ഫേസ്ബുക്കിൽ? ഞാനിപ്പം പേജ് തുടങ്ങി. ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയാണ്. ഇതൊക്കെ ചെയ്യണേ ഉള്ളോ? അത് ചെയ്തു വരുന്നേ ഉള്ളൂ. PR ഒക്കെ ഉണ്ടോ സ്വന്തമായിട്ട്? ഇല്ല, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. എന്തൊക്കെ ചെയ്യണം ഞാനല്ലേ? ഇത് എന്തിനാ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടുതൽ ഉപയോഗിക്കുക? ഫിലിം പ്രൊമോഷൻസിനാ? ഞാനിപ്പം ഫേസ്ബുക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ഫിലിം പ്രൊമോഷനാണ്. ഇൻസ്റ്റാഗ്രാം പക്ഷെ ഞാൻ അല്ലാതെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം നോക്കാനും ബ്രൗസ് ചെയ്യാനും വേറെ കാര്യങ്ങൾ കാണാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഫേസ്ബുക്ക് കൂടുതലും ഫിലിം പ്രൊമോഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് പാടുന്ന ആളല്ലേ? ശാസ്ത്രീയ സംഗീതം ഒന്നില്ലെങ്കിലും 5 വർഷമൊക്കെ പഠിച്ച ആളല്ലേ? ഒരു ഓൾട്ടർനേറ്റ് കരിയർ ആയിട്ട് ഇപ്പൊ പാട്ടൊക്കെ നോക്കിക്കൂടെ? അയ്യോ, ഞാൻ അങ്ങനെ ഓൾട്ടർനേറ്റ് കരിയർ ആയിട്ട് പാട്ട് നോക്കാൻ അത്തരം ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കുറച്ച് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം. മലയാള സിനിമയിൽ എല്ലാവരും പാട്ട് പഠിച്ചിട്ടൊന്നുമല്ലോ പാടുന്നത്. എന്നാലും പാട്ട് പഠിച്ചിട്ട് പാടുന്നവർക്കാണല്ലോ ഇവിടെ കൂടുതൽ ഡിമാൻഡ്. പാട്ട് പഠിക്കാതെ ഇപ്പം സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ പാടുന്നുണ്ട്. അതിപ്പോൾ ചില സിനിമകളിൽ ചില പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റുന്നില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പാടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ സപ്പോസ് അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെന്ന് വിചാരിക്കും, പാടുവോ? ഞാൻ ശ്രമിക്കും. ഹിസ്റ്ററി ഓഫ് ജോയിൽ ഒരു പാട്ട് അങ്ങനെ എന്നെ കൊണ്ട് പാടിക്കാൻ ശ്രമിച്ചു. ഞാൻ റെക്കോർഡ് ചെയ്തു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മാത്രമല്ല. അതെ, അപ്പൊ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഗോപി സുന്ദറിനെ പോലുള്ള ഒരു സംവിധായകൻ വന്ന് പറയണേ, നീ പുറത്തുനിന്ന് ചുണ്ടനക്കാൻ മതി, ബാക്കിയൊക്കെ ഞാൻ ജിഞ്ചിലാക്കി ചെയ്തു തരാം. അയ്യോ, അത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. കാരണം നമ്മൾ ചെയ്യുന്നത് മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ആ പാട്ട് നമ്മൾ വെക്കാത്തത്. അപ്പം പാടാൻ അങ്ങനെ ഒരു ചാൻസ് വരികയാണെങ്കിൽ ഞാൻ ശ്രമിക്കില്ല, എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. പാടാൻ ശ്രമിക്കും. അത് നന്നാവുകയാണെങ്കിൽ എന്താ ചില സിനിമ കാണും. ഇപ്പൊ ഈ ഗാംബിനോസ് എന്ന സിനിമയിലെ ജേക്സ് ബിജോയ് അല്ലേ സംഗീത സംവിധാനം? അദ്ദേഹം അങ്ങനെ ചിന്തിച്ച പോലും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ പാടും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വിക്കിപീഡിയ ഒന്നും വായിച്ചിട്ടില്ല ഭാഗ്യത്തിന്. എന്തിനാ ഈ വിക്കിപീഡിയ
ഇടയ്ക്കിടയ്ക്ക് പറയണേ, ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞത് വിനയൻ സാറാണ് വിഷ്ണു നന്നായി പാടുന്നു. അത് അച്ഛൻ സത്യമായിട്ടും ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ ആദ്യം തന്നെ അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കും കേട്ടോ, അന്ന് രാവിലെ ശാലിനി വിളിച്ചിരുന്നോ, ശാലിനിയുടെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്, ഇതൊക്കെ ചോദ്യം ചോദിക്കും കേട്ടോ. അപ്പൊ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്ന് അറിയാമായിരുന്നു. അച്ഛനാണ് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നത്. ശരി, സിനിമയിൽ പാട്ട് പാടാൻ ആഗ്രഹമില്ലായ്മയല്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല ചാൻസ് കിട്ടി, അത്യാവശ്യം ഒത്തു വന്നാൽ പാടുകയും ചെയ്യും അല്ലേ? അതല്ലേ ഈ പറഞ്ഞതിന്റെ ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി. ഈ പാട്ട് ഇതെല്ലാം കേട്ടിട്ട് അങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ എന്നുള്ളതാണ്. എന്റെ വിശാല മനസ്സിനെ വേണം ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ. അപ്പൊ വിഷ്ണു, ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പൊ ഗാംബിനോസ് എന്ന സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ. പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സൂപ്പർ ഹീറോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പാടാനൊക്കെ വിളിക്കുമല്ലോ, പിന്നെ ഈ ചോദ്യത്തിന് റെലവൻസ് ഇല്ലാണ്ടാവും. അപ്പൊ സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ശാലിനി. ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് ഇത്രയും സ്പീഡിൽ സംസാരിക്കാൻ പറ്റില്ല, ഇത്രയും കാര്യങ്ങൾ ഇത്രയും സമയത്തിനുള്ളിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ I thought I was up to it. Thank you very much for turning up. Yeah, thank you. Thanks a lot. എന്നാൽ ഇപ്പോൾ പതിവ് പോലെ നമ്മുടെ ജോലിയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായം RJ ശാലിനി എന്ന് പറഞ്ഞിട്ട് I've got a Facebook പേജ്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്, SALINI സ്പെല്ലിംഗ്, അതിൽ കമന്റ് ചെയ്താൽ മതി, റിപ്ലൈ ഒക്കെ കിട്ടും. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് ശാലിനി സൈനിങ് ഓഫ് ഫ്രം Club FM Star Jam. ഇവിടെ മാത്രം ടൺ 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 കണക്കിന് ഫൺ.